Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Print clear ആവുന്നുണ്ടോ നിങ്ങൾക്ക്? മിസ് എടുത്തിട്ടിരിക്കുന്ന പ്രിന്റ് ലാസ്റ്റ് ഇല്ല മിസ്സേ, ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ അല്ല അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, മിസ് നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ക്ലിയർ ആണ് മിസ്സേ. ഓക്കെ ആയില്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഫിനാൻസ് വരെയല്ലേ എടുത്തത്? ഫാർമസിയില് ഫിനാൻസസ് അല്ലേ? നെക്സ്റ്റ് പറയുന്നത് പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ്. ഫാർമസി സർവീസുകളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്യാം. എന്തൊക്കെയാണ്? ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് അറിയോ? എക്സ്പയർഡ് അല്ല, എക്സ്പയർഡ് അല്ല കേട്ടോ. നമ്മ വിപണിയിൽ നിരോധിച്ച മരുന്നുകൾ ഉണ്ടാവും പറഞ്ഞില്ലേ? ഡ്രഗ് ലിസ്റ്റ്, വിപണിയിൽ നിരോധിച്ച മരുന്നുകൾ അല്ലെ? അതല്ലെങ്കിൽ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന്, ഹോസ്പിറ്റൽ ഫോർമുലറി, അതായത് ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ മരുന്നുകളെയാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. വിപണിയില നിരോധിച്ച മരുന്നുകൾ, മാർക്കറ്റില് ബാൻ ചെയ്യുന്ന മരുന്നുകൾ ഉണ്ടാവും അല്ലെ? കേട്ടിട്ടില്ലേ? ബാൻ ചെയ്യാൻ മരുന്നുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് കാരണം ബാൻ ചെയ്ത മരുന്നുകൾ അല്ലെ? അപ്പൊ വിപണിയിലെ നിരോധിച്ച മരുന്നുകൾ, അതല്ലെങ്കിൽ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ, റിമൂവ് ചെയ്ത മരുന്നുകളെയാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതൊരു പ്രോബ്ലം ആണ് അല്ലെ?
ഇപ്പൊ നമ്മ കുറെ മരുന്നുകൾ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്ന് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാണ് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിരോധിക്കുകയാണെങ്കിൽ അതൊരു പ്രോബ്ലം അല്ലേ? അവർക്ക് അത്രയും പൈസ നഷ്ടം വരാണ് അല്ലെ? ലോസ് വരില്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകള്? പിന്നെ ക്യാരിയിങ് കോസ്റ്റ് അല്ലെ? എന്താണ് എന്താണ് വിൽക്കപ്പെടാത്ത അല്ലെ? നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാത്ത മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യണ്ടേ? നല്ല രീതിയിൽ സൂക്ഷിക്കുകയും വേണം, അത് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം അല്ലെ? പരിപാലിക്കുകയും വേണം. അപ്പൊ അതിനൊരു കോസ്റ്റ് വരുന്നല്ലേ? ചെലവ് വരുന്നില്ലേ? അത് ഡിസ്ട്രക്ഷൻസ് വരാൻ പാടില്ല അല്ലെ? നശിക്കാൻ പാടില്ല അല്ലെ? വേറെ ഡാമേജ് വരാൻ പാടില്ല അല്ലെ? അപ്പൊ കറക്റ്റ് രീതിയിൽ ആ മരുന്നുകള് സൂക്ഷിക്കുക, സംഭരിക്കുകയും വേണം, കൂടാതെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം അല്ലെ? അപ്പൊ അതിനവർക്ക് കോസ്റ്റ് വരുന്നില്ലേ? സൂക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെ? വെയർ ഹൗസ് കോസ്റ്റ് വരുന്നുണ്ട്, പിന്നെ എംപ്ലോയീസിന് കോസ്റ്റ് വരുന്നുണ്ട് അല്ലെ? എംപ്ലോയീസിനുള്ള ചെലവ് വരുന്നുണ്ട് അല്ലെ? ഇൻഷുറൻസ് വരുന്നുണ്ട്, നികുതികള് ടാക്സ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ളതാണ് ക്യാരിയിങ് കോസ്റ്റ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഷോർട്ടേജ് കോസ്റ്റ് അല്ലെ? എന്താണ്? ഇപ്പൊ ഏതെങ്കിലും ഒരു എമർജൻസി ഡ്രഗ്സ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്ന് പെട്ടെന്ന് തന്നെ തീർന്നു പോയി, ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും അല്ലെ? ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും അല്ലെ? അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും അല്ലെ? ആണോ? ഷോർട്ടേജ് വന്നു കഴിഞ്ഞാല് അല്ലേ? അപ്പൊ എന്താണ് ഷോർട്ടേജ് കോസ്റ്റ്? അതൊരു ഫാർമസി സർവീസുകളുടെ ഒരു പ്രോബ്ലം ആണ്. നെക്സ്റ്റ് എക്സ്പയറി ഡ്രഗ്സുകൾ അല്ലെ? മരുന്നുകളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നമുക്ക് അത് പിന്നെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? അത് നമ്മൾ ഡിസ്പോസ് ചെയ്യണം അല്ലെ? നശിപ്പിച്ച് കളയാണ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ എക്സ്പയറി ഡ്രഗ്സുകള് ഫാർമസി സർവീസിന്റെ ഒരു പ്രോബ്ലം ആണ് അല്ലെ? നെക്സ്റ്റ് പറയുന്നത് ഡിസ്ട്രക്ഷൻസ് ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. എന്താണ്? എലികളോ അല്ലെങ്കിൽ എന്താണ് കീടങ്ങള്, പ്രാണികളൊക്കെ നശിപ്പിച്ച് കളയുന്ന ഡിസ്ട്രക്ഷൻ ചെയ്യുന്ന മെഡിസിനുകൾ ഉണ്ടാവുമല്ലോ. നമ്മ പറയാറില്ലേ ചിതലരിക്ക എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത്? ചിതലരിക്ക. ഉറുമ്പ് നിന്ന് പോകൂലേ തണുപ്പൊക്കെ വരുമ്പോ? കേടുപാട് വരും അല്ലെ? പിന്നെ ആ മരുന്നുകൾ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ ചിതലരിച്ച മരുന്നുകള് അല്ലെങ്കിൽ ഇൻസെക്ട്സുകൾ, കീടങ്ങളെ നശിപ്പിച്ച മരുന്നുകള് അല്ലെങ്കിൽ എലി കരണ്ട മരുന്നുകളൊക്കെ പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മളതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെയുള്ളത് എന്താണ്? ഒരു പ്രോബ്ലം ആണ്, ഫാർമസി സർവീസുകളുടെ ഒരു പ്രോബ്ലം ആണ്. നെക്സ്റ്റ് ഫിൽട്ടറേജ് അല്ലെ? മോഷണം നടക്കുക, കളവ് നടക്കുക അല്ലെ? അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ മോഷണം പോകാൻ സാധ്യതയുള്ള മരുന്നുകളാണ് അല്ലെ? അതിന് റേറ്റും കൂടുതലായിരിക്കും, മോഷണം പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അല്ലെ? അപ്പൊ ഫിൽട്ടറേജ് നടക്കുന്നത്, ഫാർമസിയിലെ കളവ് നടക്കുന്നതും ഫാർമസി സർവീസുകളുടെ ഒരു പ്രശ്നമാണ്. ക്ലിയർ ആണോ? പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ്. ഫിൽട്ടറേജ് എന്നാൽ മോഷണം, കളവ്, തെഫ്റ്റ് എന്നൊക്കെ പറയില്ലേ? കളവ് നടക്കുന്നത്. ഓക്കെ അല്ലേ? ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ക്യാരിയിങ് കോസ്റ്റ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് കൂടുതൽ സ്റ്റോക്ക് ഉള്ള മരുന്നുകളെ നമ്മൾ സൂക്ഷിച്ചു വെക്കണ്ടേ? ക്യാരി ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? ആ ഒരു മരുന്നുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി വെയർ ഹൗസ് വേണ്ടല്ലേ? വെയർ ഹൗസ് മീൻസ് സ്റ്റോർ വേണ്ടേ? കുറച്ച് സ്ഥലം വേണം അല്ലെ? അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് നോക്കുന്നതിന് വേണ്ടി എംപ്ലോയീസ് വേണം അല്ലെ? എംപ്ലോയീസ് വേണം. പിന്നെ നമ്മൾ ടാക്സ് അടക്കേണ്ടി വരുന്നുണ്ടോ? ഗോഡൌൺ വേണം. ടാക്സ് അടക്കേണ്ടി വരുന്നുണ്ടോ? മരുന്നുകളെ സാധനങ്ങളെ സൂക്ഷിച്ചു വെക്കുമ്പോൾ അധികമാവും. അപ്പൊ അതൊക്കെ എന്താണ്? അതൊക്കെ എക്സ്പെൻസ് അല്ലേ? കൂടുതൽ ചെലവ് വരുന്നതല്ലേ? എക്സ്പെൻസ് വരുന്നതല്ലേ? അപ്പൊ അതൊക്കെ അത് എന്താണ്? ആ ഒരു ക്യാരിയിങ് കോസ്റ്റ് ഫാർമസി സർവീസിന്റെ പ്രോബ്ലം ആണ് അല്ലേ? അവർക്ക് കൂടുതൽ പൈസ ചെലവാക്കേണ്ടി വരുന്നുണ്ട് അല്ലേ? ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയോ?
ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എമർജൻസി ഡ്രഗ്സുകളൊക്കെ ഷോർട്ടേജ് വന്നിട്ടുണ്ട്, കുറവുണ്ടെങ്കിൽ ഇല്ല തീർന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമ്മ കൊടുക്കുന്ന പൈസ കൂടുതൽ ഡബിൾ ചാർജ് കൊടുത്ത് വാങ്ങേണ്ടി വരുന്നുണ്ടോ ചില സിറ്റുവേഷനില്? അപ്പൊ അതൊരു പ്രോബ്ലം അല്ലേ? അപ്പൊ ഷോർട്ടേജ് കോസ്റ്റ്, എക്സ്പയറി ഡ്രഗ്സ്, ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്, കീടങ്ങള് അല്ലെങ്കിൽ എലികള് ഒക്കെ മരുന്നുകള് നശിപ്പിച്ച് കളയുന്നത്. നെക്സ്റ്റ് പിൽഫറേജ്, മോഷണം നടക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ എന്താണ് അല്ലെ? റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ഫസ്റ്റ് പറയുന്നത് ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ? നമ്മൾ പറഞ്ഞു തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ എവിടെയാണ് പ്രാവർത്തികമാക്കുന്നത്? ഫാർമസിയിൽ അല്ലെ? തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നിറവേറ്റുക എന്നുള്ളത് ഫാർമസിയില് പ്രാവർത്തികമാക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ചീഫ് ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് dispensing of drugs, pharmaceuticals and chemicals to separate areas അല്ലെ? മരുന്നുകൾ വിതരണം ചെയ്യുക. കൂടാതെ ഫാർമസ്യൂട്ടിക്കൽസ് കെമിക്കൽസ് അതൊക്കെ എന്താണ്? സെപ്പറേറ്റ് ഏരിയയിൽ സൂക്ഷിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാ? ചീഫ് ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം മരുന്നുകള് വിതരണം ചെയ്യണം. കൂടാതെ ഇപ്പൊ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കെമിക്കൽസ് ഒക്കെ ആവശ്യമായിട്ട് വരും അല്ലെ? മരുന്നുകൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു കെമിക്കൽസ് അല്ലെങ്കിൽ ഫാർമസി പ്രൊഡക്റ്റുകൾ നമുക്ക് ഒരുമിച്ച് സൂക്ഷിക്കാൻ പറ്റുമോ? അത് സെപ്പറേറ്റ് ഏരിയാസിലല്ലേ സൂക്ഷിക്കേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടത്? അപ്പൊ ആ ഒരു ഇത് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് സെപ്പറേറ്റ് ഏരിയാസിൽ സൂക്ഷിക്കുന്നതിന് വേണ്ട മേൽനോട്ടം വഹിക്കുന്നത്, സൂപ്പർവിഷൻ നടത്തുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് എക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. ആന്റിഡോട്ട്സുകളും എമർജൻസി ഡ്രഗ്സുകളും നമുക്ക് ആവശ്യമായ രീതിയിൽ അല്ലെ എക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കില് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും നിലനിർത്തേണ്ടതും ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ആന്റിഡോട്ട്സുകൾ എന്ന് പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും മരുന്നുകൾ സംഭവിക്കാം, നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ വോമിറ്റിംഗ് നടത്താം, വോമിറ്റിംഗ് സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും, കുഴഞ്ഞു പോവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? മറുമരുന്ന് ഉപയോഗിക്കണം അല്ലെ? നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഒരു മറുമരുന്ന് ഉപയോഗിക്കാറില്ലേ? അപ്പൊ ആ ഒരു മറുമരുന്നിനെയാണ് നമുക്ക് ഉപയോഗിക്കുന്ന ആ ഒരു മറുമരുന്നിനെയാണ് ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളിലെ മറുമരുന്നായിട്ട് ആ ഒരു റിയാക്ഷൻ മാറുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളാണ് ആന്റിഡോട്ട്സുകൾ. അപ്പൊ ആന്റിഡോട്ട്സുകളും എമർജൻസി ഡ്രഗ്സുകളും ആ ഒരു കറക്റ്റ് ലെവലില് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് dispensing of narcotic drugs and accounting. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ narcotic ഡ്രഗ്സുകൾ സ്പെഷ്യൽ ഓർഗനൈസേഷന്റെ കീഴിലായിരിക്കും സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ? അവര് തന്നെയായിരിക്കും വിതരണം ചെയ്യുന്നത് അല്ലെ? അപ്പൊ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ വിതരണം ചെയ്യുന്നതും അത് അക്കൗണ്ടിങ് രേഖപ്പെടുത്തണം അല്ലെ? ഇത്ര നാർക്കോട്ടിക് ഡ്രഗ്സുകൾ സ്റ്റോക്ക് ഉണ്ട്, ഇത്ര ഡ്രഗ്സുകൾ നമ്മൾ ഡിസ്പെൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അക്കൗണ്ടിങ്സ് സൂക്ഷിക്കുന്നതും ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ക്ലിയർ ആണോ? മിസ് എടുക്കുന്നത് ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? നെക്സ്റ്റ് designation for various fluids.
നമുക്കറിയാം, നമുക്ക് ഫാർമസിയില് പലതരത്തിലുള്ള ഫ്ലൂയിഡ്സുകൾ ഉണ്ട് അല്ലെ. ട്രിപ്പുകളുണ്ട്, ആന്റിബയോട്ടിക്സുകളുണ്ട്, സോഡിയം ഉണ്ട് അല്ലെ, പാരസെറ്റാമോളിന്റെ ഒക്കെ സിറപ്പുകൾ നമുക്ക് ഇൻജെക്ട് ചെയ്യുന്ന ട്രിപ്പുകളൊക്കെ ഉണ്ടല്ലോ, പലതരത്തിലുള്ള ഫ്ലൂയിഡ്സുകൾ ഉണ്ടല്ലോ. അപ്പൊ ആ പലതരത്തിലുള്ള വേരിയസ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സുകൾ ലേബൽ ചെയ്യുന്നതും അത് സ്പെസിഫിക്കേഷൻ ചെയ്ത് അത് ക്ലാസിഫിക്കേഷൻ ചെയ്ത് സൂക്ഷിക്കുന്നതും ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ മരുന്നുകള്, ഈ ഒരു ട്രിപ്പുകൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സുകള് ലേബൽ ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പലതരത്തിലുള്ള ഫാർമസിയിലുള്ള പലതരത്തിലുള്ള ഫ്ലൂയിഡുകള്, മെഡിക്കൽ ഫ്ലൂയിഡ്സുകള് എന്താണ് ലേബൽ ചെയ്യുന്നതും അത് സെപ്പറേറ്റ് ഏരിയാസിൽ ക്ലാസിഫൈ ചെയ്ത് തരം തിരിച്ച് സൂക്ഷിക്കുന്നതൊക്കെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് ആൻഡ് വേരിയസ് പോയിന്റ്സ് ഓഫ് യൂസ് അല്ലെ. നമുക്കറിയാം, നമ്മ ഉപയോഗിക്കുന്ന മരുന്നുകള് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാനോ, പോയിന്റ് ഓഫ് യൂസിൽ ഉപയോഗിക്കാനോ. ഇപ്പൊ പാരസെറ്റാമോൾ ആണെങ്കിൽ തന്നെ അല്ലെ, ഇപ്പൊ പാരസെറ്റാമോൾ നമ്മ പനിക്ക് മാത്രം ഉപയോഗിക്കുള്ളൂ? ഇല്ല. പിന്നെ എന്തിനു? വേദനയ്ക്ക് ഉപയോഗിക്കും അല്ലെ, പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കും അല്ലെ. ഇപ്പൊ ഒരു പല്ലുവേദന വന്നാലും നമ്മൾ ഉപയോഗിക്കും അല്ലെ, പല്ലുവേദന വന്നാൽ ഉപയോഗിക്കും അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു മരുന്നുകളുടെ വേരിയസ് പോയിന്റ്സ് നമുക്ക് തലവേദനയ്ക്ക് ഉപയോഗിക്കാം. പല രീതിയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മ പരിശോധന നടത്തുന്നത്, സ്ക്രൂട്ടിനി ചെയ്യുന്നത് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാല് സൂക്ഷ്മ പരിശോധന. ക്ലിയർ ആയോ? അത് എക്സാമ്പിൾ ആണ് മിസ് പാരസെറ്റാമോൾ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഇന്റൻസ്, ഇഷ്യൂ ആൻഡ് റെസിപ്റ്റ് വച്ചർ അല്ലെ. നമുക്ക് എന്താണ് മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ട ഒരു ഇന്റന്റ് പ്രിപ്പയർ ചെയ്യണ്ടേ? ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് കുറവുണ്ട് അല്ലെ, ഏതൊക്കെ മരുന്നുകൾ നമുക്ക് പർച്ചേസ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു പർച്ചേസിംഗ് ഓർഡർ ഉണ്ടാക്കണ്ടേ, ഇന്റന്റ് ഉണ്ടാക്കണ്ടേ, പർച്ചേസിംഗ് റിക്വസിഷൻ ഉണ്ടാക്കണ്ടേ ഹോസ്പിറ്റലില്. അപ്പൊ ആ ഒരു ഇന്റന്റ്, അപ്പൊ ആ ഒരു പർച്ചേസിംഗ് റിക്വസിഷൻ ഉണ്ടാക്കുന്നതും അത് ഇഷ്യൂ ചെയ്യുന്നതും, അത് പല സപ്ലയേഴ്സിനെ ഇഷ്യൂ ചെയ്യുന്നതും അതിന്റെ റെസിപ്റ്റ് വൗച്ചർ സ്വീകരിക്കുന്നതും ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ ആയോ? ഒരുമിച്ച് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും അല്ലെ. നെക്സ്റ്റ് ഇൻവെന്ററി കൺട്രോൾ. നമുക്കറിയാം ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെന്ററി ബികോം ഒക്കെ പഠിച്ചവർക്ക് അറിയാം. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് അല്ലെ, സ്റ്റോക്ക്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഇത്ര മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ടാവുന്ന അടുത്ത ഏകദേശ ധാരണയില്ലേ ഹോസ്പിറ്റലില് അല്ലേ? അപ്പൊ ആ ഒരു ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നത് അല്ലെ, സ്റ്റോക്ക് നിയന്ത്രിക്കുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ആ ഒരു ഇൻവെന്ററി ആ ഒരു സ്റ്റോക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്യുന്നതും അത് കറക്റ്റ് ലെവലിൽ കൺട്രോൾ നിയന്ത്രിക്കുന്നതും ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് മെയിന്റനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സ്. എന്താണ്? നമ്മുടെ ഫാർമസി സ്റ്റോറുകളുടെ മെയിന്റനൻസ് അല്ലെ നടത്തുന്നതും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും. പിന്നെ എന്താണ് നമ്മ പറഞ്ഞു ഹോസ്പിറ്റൽ ഫാർമസിയില് പലതരത്തിലുള്ള റെക്കോർഡ്സുകളും ലെഡ്ജേഴ്സും നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് അല്ലെ. സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ട് അല്ലെ, സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ട്, ആന്റിബയോട്ടിക് പോളിസി ഉണ്ട്, എക്സ്പയറി ഡ്രഗ്സുകളുടെ റെക്കോർഡ്സുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ആ പലതരത്തിലുള്ള ലെഡ്ജേഴ്സും റെക്കോർഡ്സുകളും സ്റ്റോഴ്സില് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നിലനിർത്തുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് പ്രൊവിഷൻ ഓഫ് ഓൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ അല്ലെ. എന്താണ്? നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ വേണ്ടേ?
കറണ്ട് വേണം അല്ലെ? നമ്മ പറഞ്ഞു കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ട് അല്ലെ? കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഒക്കെ ഉണ്ട് അല്ലെ? അപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാല് അതൊക്കെ ആ മരുന്നുകളൊക്കെ പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള അല്ലെ ഇലക്ട്രിസിറ്റി സപ്ലൈകള് പ്രൊവിഷൻ ചെയ്യുന്നതും ആരാണ്? നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ് അത് ഉറപ്പുവരുത്തേണ്ടത് അല്ലെ? നെക്സ്റ്റ് പറയുന്നത് സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ അല്ലെ? മരുന്നുകളുടെ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതും ക്വാളിറ്റി കൺട്രോൾ അല്ലെ ഗുണനിലവാരം നിയന്ത്രിക്കേണ്ടതും ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നമ്മ വാങ്ങിക്കുന്ന ഓരോ മരുന്നുകളും എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലയേഴ്സിന്റെ അടുത്ത് വാങ്ങിക്കുന്നതായിക്കോട്ടെ, മാനുഫാക്ചറിങ് ചെയ്യുന്ന മരുന്നുകളായിക്കോട്ടെ, എന്തുണ്ട്? ഗുണനിലവാരം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഫാർമസിയിലാവല് ഗുണനിലവാരം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ സൂക്ഷ്മ പരിശോധന, മരുന്നുകളുടെ സ്ക്രൂട്ടിനി സൂക്ഷ്മ പരിശോധന നടത്തുന്നതും ക്വാളിറ്റി നിയന്ത്രിക്കുന്നതും ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഇതിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് ക്വസ്റ്റ്യൻ വരും. Who is preparation of indents, issue and receipt വായിച്ചെന്ന് നോക്കാം. Who is maintenance of accepted stock of emergency drugs and antidotes in pharmacy? അതിനൊക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടോ, മനസ്സിലാക്കി വെക്കുക. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ് അല്ലെ? നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന് എന്താണ്? ടീച്ചിങ്ങും ട്രെയിനിങ്ങും കൊടുക്കണം അല്ലെ? നമുക്കറിയാം പുതിയ സ്റ്റാഫുകൾ വരാം അല്ലെ? പുതിയ സ്റ്റാഫുകൾ വരാം, അല്ലെങ്കിൽ ഉള്ള സ്റ്റാഫ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണോ പുതുതായി വരുന്ന കാര്യങ്ങളെ കുറിച്ച്? അപ്പൊ അങ്ങനെയുള്ള ഒരു ടീച്ചിങ്ങും ട്രെയിനിങ്ങും പരിശീലനങ്ങളും കൊടുക്കുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഫോർ ഫാർമസിയിലെ ഫാർമസിയിലെ റിപ്പോർട്ടുകൾ നമുക്കറിയാം പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് അല്ലെ? മരുന്നുകളുടെ ഉപയോഗത്തെ കുറിച്ചാവാം, അല്ലെങ്കിൽ പർച്ചേസിങ്ങിനെ കുറിച്ചാകാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഫാർമസി റിപ്പോർട്ടുകൾ പീരിയോഡിക് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു കറക്റ്റ് പർട്ടിക്കുലർ ഇന്റർവെല്ലില് ഉപയോഗിക്കുന്നതും നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നെക്സ്റ്റ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ അല്ലെ? നമ്മ മരുന്നുകൾ പേഷ്യന്റിന് കൊടുക്കുമ്പോ അവർക്കൊരു അറിവ് കൊടുക്കണം മരുന്നുകൾ കഴിക്കുന്നതിനെ കുറിച്ച് അല്ലെ? എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടത് അല്ലെ? വേണോ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അല്ലെ? അതല്ലെങ്കിൽ എന്താണ് ചില പുതുതായി ചില മരുന്നുകൾ ഇപ്പൊ എന്താണ് ഇൻസുലിൻ പോലെയുള്ള മരുന്നുകളൊക്കെ ഇതോലോ. ഇപ്പൊ ഷുഗർ പേഷ്യൻസിന് ഗുളിക കഴിച്ചിട്ടും അവരെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ഇൻസുലിൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലേ? അപ്പൊ ആ ഒരു ഇൻസുലിന് ഫസ്റ്റ് ടൈമിൽ ആ ഒരു പേഷ്യന്റിന് ഉപയോഗിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? അവർക്ക് ഒരുപാട് ടെൻഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, എങ്ങനെ ഉപയോഗിക്കണം അല്ലെ? ഞാനത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവോ അല്ലെ? എന്താണ് ഭാവിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവോ അല്ലെ? അങ്ങനെ പല പല ഇതൊന്നും തോന്നാലോ, ഡൗട്ട്സുകളും തോന്നാലോ അവർക്ക്? തോന്നൂലേ? അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു പേഷ്യന്റിന് എഡ്യൂക്കേഷൻ കൊടുക്കണോ ആ ഇൻസുലിൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അല്ലെ? ആ ഇൻസുലിൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവോ എന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? 34 പേരുണ്ടായിട്ട് ഒരു 5 പേര് മാത്രമാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ടത് മിസ്സിന്. എന്താണ് സെക്കൻഡ് പീരീഡ് ആയപ്പോഴേക്കിനോ ബോറായി തുടങ്ങിയോ ക്ലാസ്? സെക്കൻഡ് പോയിന്റ് പറയണം. ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്, മരുന്നുകൾ വിതരണം ചെയ്യുക അല്ലെ? നമ്മൾ പറഞ്ഞു ഔട്ട് പേഷ്യന്റിന് വിതരണം ചെയ്യണം, ഇൻ പേഷ്യന്റ് സെക്ഷനിലേക്ക് വിതരണം ചെയ്യണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഡിസ്പെൻസിങ് നടത്തുന്നതും ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽ സെപ്പറേറ്റ് ഏരിയാസ് നമുക്കറിയാം. ഫാർമസിയിൽ പലതരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടാവുമല്ലോ, മാനുഫാക്ചറിങ് നടത്തുന്ന
ഒരു ഫാർമസിയിലാണെങ്കിൽ പല കെമിക്കൽസ് ഉണ്ടാവുമല്ലോ മാനുഫാക്ചറിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലേ? കെമിക്കൽസ് ഉണ്ടാവില്ലേ? അപ്പൊ ആ കെമിക്കൽസ്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ ഉണ്ടാവും അല്ലെ, മരുന്നുകൾ ഉണ്ടാവും, ഓയിൽമെന്റ്സ് ഉണ്ടാവും അല്ലെ, സിറപ്പുകൾ ഉണ്ടാവും അല്ലെ, സോപ്പ്, ലോഷൻ, അങ്ങനെയുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളും കെമിക്കൽസും സെപ്പറേറ്റ് ഏരിയാസിൽ തരം തിരിച്ച് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. അതിനുവേണ്ട സൂപ്പർവിഷൻ നൽകാം. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് ചോദിച്ചാൽക്ക് നമുക്ക് ഈ കെമിക്കൽസും പറഞ്ഞുതരാം പ്രൊഫസർ. കെമിക്കൽസും ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളും ഒരുമിച്ച് നമുക്ക് ഒരേ ഷെൽഫിലൊക്കെ സൂക്ഷിക്കാൻ പറ്റോ? കബോർഡുകളിൽ ഷെൽഫിലൊക്കെ സൂക്ഷിക്കാൻ പറ്റോ? ഇല്ല അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യണം? വേർതിരിച്ച് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കാം അല്ലെ, മരുന്നുകളുടെ കൂടെ ഉപയോഗിക്കുമ്പോ അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റിന്റെ ഇതില്. അപ്പൊ അതുകൊണ്ട് അതെന്ത് ചെയ്യാ? വേർതിരിച്ച് സൂക്ഷിക്കാൻ വേണ്ട സൂപ്പർവിഷൻ നൽകുക. നെക്സ്റ്റ്, പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി. ഫാർമസിയിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ അല്ലേ? റിപ്പോർട്ടുകൾ ഉണ്ട് അല്ലെ? അതെന്ത് ചെയ്യണം? പീരിയോഡിക് ആയിട്ട് അവരത് ഉപയോഗിക്കണ്ടേ? ഫിനാൻസ് റിപ്പോർട്ടുകൾ ഉണ്ട് അല്ലെ? ഫിനാൻസ് റിപ്പോർട്ടുകൾ ഉണ്ട്, ഡ്രഗ് യൂട്ടിലൈസേഷൻ റിപ്പോർട്ടുകൾ ഉണ്ട് അല്ലെ? ഡ്രഗ് യൂട്ടിലൈസേഷൻ റിപ്പോർട്ടുകൾ ഉണ്ട്. അപ്പൊ അതിനും ആവശ്യമായിട്ടുള്ള എന്താണ് ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടി വരണം. ചില സമയത്ത് ചേഞ്ചസ് വരുത്തേണ്ടി വരും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടാവും റിപ്പോർട്ടുകൾ, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണ്ടേ ഒരേ സമയം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഫിനാൻസ് റിപ്പോർട്ടുകളില് അല്ലേ? പിന്നെ പർച്ചേസിംഗ് നടത്തി അല്ലേ? ഫിനാൻസ് റിപ്പോർട്ടുകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തണ്ടേ? ഒരു പർച്ചേസിംഗ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ അതിൽ എൻറ്റർ ചെയ്യണ്ടേ? ഫിനാൻസ് റിപ്പോർട്ടിൽ കയറ്റണ്ടേ? കയറ്റണോ? പിന്നെ എന്താണ് വേറെ എന്തെങ്കിലും പറഞ്ഞ റിപ്പോർട്ട്സുകൾ, ഫിനാൻസ് റിപ്പോർട്ട് അല്ലാണ്ട് അല്ലെ? ആന്റിബയോട്ടിക് പോളിസി, പുതുതായിട്ട് എന്തെങ്കിലും ആന്റിബയോട്ടിക്സുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അതിൽ ചേർക്കണോ? ആന്റിബയോട്ടിക്സുകൾ ചേർക്കണോ? ഡ്രഗ് യൂട്ടിലൈസേഷൻ റിപ്പോർട്ടുകൾ ഉണ്ട് അല്ലെ? ഡ്രഗിന്റെ ഉപയോഗത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് അല്ലെ? അപ്പൊ അതിലൊക്കെ എന്താണ് ചിലപ്പോ മാറ്റങ്ങൾ കൊണ്ടുവരും അല്ലെ? ചിലപ്പോ എന്താണ് മരുന്നുകൾ റിമൂവ് ചെയ്തിട്ടുണ്ടാവാം അല്ലെ? ചില മരുന്നുകൾ റിമൂവ് ചെയ്തിട്ടുണ്ടാവാം അല്ലേ? അപ്പൊ അതിൽ എഡിറ്റിംഗ് വരുത്തണ്ടേ? നമ്മ അതിൽ എഡിറ്റിംഗ് വരുത്തണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ഫാർമസി റിപ്പോർട്ടുകളുടെ പീരിയോഡിക് ആയിട്ട് ഉപയോഗിക്കുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ ആയോ? നമ്മുടെ ഫാർമസി എന്നുള്ള ചാപ്റ്റർ തീർന്നു. നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ 2 മിനിറ്റ് ഒന്ന് ഫാർമസി ഒന്ന് നോക്കിയേ, എന്നിട്ട് മിസ് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ് ക്ലാരിഫൈ ചെയ്തുതരാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോന്നൊന്ന് പെട്ടെന്നൊന്ന് നോക്കിയേ, എന്നിട്ട് പുതിയ ചാപ്റ്റർ മിസ് തുടങ്ങാം. ഫിനാൻസ് പറയണം. ഓക്കെ, ഫിനാൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പല രീതിയിലുള്ള ഹോസ്പിറ്റൽ ഫാർമസിയിലേക്ക് ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് പ്രൈമറി ഫണ്ട് ഫാർമസിയിൽ ലഭിക്കുന്നത് പേഷ്യൻസിൽ നിന്ന്. രണ്ടാമത് വരുന്നത് എന്താണ്? ഒന്നില്ലെങ്കിൽ പേഷ്യൻസിൽ നിന്നോ അതല്ലെങ്കിൽ എന്താണ് തേർഡ് പാർട്ടി TPA, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ അല്ലെ? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ, അതായത്
ക്ലെയിമുകളൊക്കെ വഴി കിട്ടില്ലേ, ഇൻഷുറൻസ് വഴി കിട്ടില്ലേ, ഫാർമസിയിലേക്ക് മരുന്നുകളുടെ ഫീസ്, മരുന്നുകളുടെ പേയ്മെന്റ്. അപ്പൊ അങ്ങനെ ലഭിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്. മൂന്നാമത് പറയുന്നത് റിസർച്ച് വർക്കുകളുടെ ഭാഗമായിട്ട് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗവേഷണ വിഭാഗങ്ങൾക്ക്, ഗവേഷണ വർക്കുകൾക്ക് എന്താണ് ഡ്രഗ്സുകൾ, പുതിയ ഡ്രഗ്സുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് അനുവദിച്ചു കൊടുക്കാറുണ്ടോ അല്ലേ? റിസർച്ച് വർക്കുകളുടെ ഭാഗമായിട്ട് പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ലഭിക്കുന്നുണ്ട്. അത് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരത് സെയിൽ ചെയ്യുമല്ലോ, വിപണിയിൽ വിൽക്കുമല്ലോ, മറ്റ് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്കോ അവർ വിൽക്കില്ലേ? അവര് ഗവേഷണം നടത്തി കണ്ടുപിടിച്ച മരുന്നുകള്. അപ്പൊ എന്താണ്, റിസർച്ച് വർക്കുകളുടെ ഭാഗമായിട്ട് അവർക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ടോ? ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഫണ്ട് ലഭിക്കുന്നുണ്ട് അല്ലെ. അതാണ് മൂന്നാമത്. നാലാമത് എന്ന് പറയുന്നത് ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ടുകൾ. നമ്മ ഈ എന്താണ് ഡൊണേഷൻ ഒക്കെ കിട്ടില്ലേ, പർട്ടിക്കുലർ ആ ഒരു കാര്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ടത്. നമ്മ സ്കൂളിലൊക്കെ പറയില്ലേ, എന്താണ് ഇത് ലഭിച്ചു എന്ന്, സ്കോളർഷിപ്പ് ലഭിച്ചു എന്ന് പറയാറില്ലേ, സ്കോളർഷിപ്പ് ഫണ്ട്, ഇത്ര രൂപ സ്കോളർഷിപ്പ് ഫണ്ട് അല്ലെ. ആ ഒരു സ്കോളർഷിപ്പിന്റെ ഫണ്ട് അവർക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് മാത്രം അല്ലേ. അപ്പൊ എന്താണ്, നമുക്ക് ഫാർമസിയിലേക്ക് എന്താണ് എൻഡോമെന്റ്, ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ട് കോൺട്രിബ്യൂഷൻസ് ലഭിക്കുന്നത്, സംഭാവനകൾ ലഭിക്കുന്നത്. ക്ലിയർ ആയോ? അങ്ങനെയാണ് നാലാമത്തത്. ഫാർമസി പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ട് ഗവൺമെന്റിൽ നിന്നോ മറ്റ് സെക്ഷനിൽ നിന്നോ സംഭാവനകൾ ലഭിക്കുന്നത്. അതൊക്കെയായോ? അഞ്ചാമത് പറയുന്നത് എന്താണ്, ജനറൽ ഫങ്ഷൻസിന് വേണ്ടി അവർക്ക് കോൺട്രിബ്യൂഷൻസ് കിട്ടാറുണ്ടല്ലോ. പൊതുവായിട്ടുള്ള പ്രവർത്തനം, ഹോസ്പിറ്റലിലെ പൊതുവായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ ലഭിക്കാറുണ്ട്. അപ്പൊ അവർക്ക് അതെന്തിനും ഉപയോഗിക്കാം, ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെ. ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമോ? രണ്ടും കോൺട്രിബ്യൂഷൻ ആണ്. നാലാമത്തെയും അഞ്ചാമത്തെയും പറയുന്നത് കോൺട്രിബ്യൂഷൻസ്, സംഭാവനകളാണ്, എൻഡോമെന്റ് ഫണ്ടുകൾ. പക്ഷെ നാലാമത്താണ് പറയുന്നത് ആ ഒരു ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുന്ന സംഭാവന. മറ്റേതെന്ന് പറയുന്നത് എന്താണ്, പൊതുവായിട്ടുള്ള ഒരു സംഭാവന കിട്ടിയതിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. പൊതുവായിട്ട് ഫാർമസിയിലെ ഹോസ്പിറ്റലിലെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച ഫണ്ടിൽ നിന്ന് ഒരു ചെറിയൊരു പാർട്ട് നമുക്ക് ഫാർമസിയിലേക്ക് ഉപയോഗിക്കാലോ. അതാണ് അഞ്ചാമത്തത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മിസ് മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ ആണോ? ബാക്കി എല്ലാവർക്കും ഓക്കെ ആണ് മാം. ഓക്കെ ആണ്. നാലും അഞ്ചും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായിനെ. ഇത് ഫസ്റ്റത്തത് ഫാർമസിക്ക് മാത്രമായിട്ട് ലഭിക്കുന്നതും രണ്ടാമത്തത് പൊതുവായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ പൊതുവായിട്ടുള്ള കാര്യത്തിന് വേണ്ടി കിട്ടുന്ന സംഭാവനയിൽ നിന്ന് നമുക്ക് കുറച്ചൊരു വീതം ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാലോ, ആ ഒരു സംഭാവന. നോക്കി, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കി, അല്ലെങ്കിൽ നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. വേഗം നോക്കാം കേട്ടോ. ഓക്കെ ആണ്? ബാക്കി എല്ലാവർക്കും
നെക്സ്റ്റ് ചാപ്റ്റർ എടുത്തോട്ടെ മിസ്. പിൻ കാർഡ് ഒന്ന് പറയണം. പിൻ കാർഡ് കണ്ടോ? അതില്ല. പിൻ കാർഡ് കണ്ടോ? ഇതില്ല. പിൻ കാർഡ് ഇതിലുണ്ടായി കിടക്കാപ്പോ. ഓക്കെ, പിൻ കാർഡ് നോക്കിയേ. ഈ കാണുന്നതാണ് പിൻ കാർഡ്. കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രിന്റിലില്ലേ? പ്രിന്റിലില്ലേ മക്കളെ? ഇത് ഫുൾ ആയിട്ട് ഉണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ നോക്കിയേ, ബിൽ കാർഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ നമ്മൾ എന്താണ്, ഇപ്പൊ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിന്റെ ബിൽ നമ്പർ ഉണ്ടാവും അല്ലെ? ഇത്ര ബിൽ നമ്പർ ആണ്, അതിൽ ഏത് മെറ്റീരിയൽ ആണ് വാങ്ങിച്ചത്, അതിന്റെ കോഡ് നമ്പർ എത്ര ആണ് അല്ലെ? മാക്സിമം ക്വാണ്ടിറ്റി എത്ര വരെ നമുക്ക് ഓർഡർ കൊടുക്കാം, ഓർഡർ ലെവൽ എത്രയാണ് അല്ലെ? നമ്മൾ ഓർഡർ കൊടുത്ത ലെവൽ എത്രയാണ്, മിനിമം ക്വാണ്ടിറ്റി എത്രയാണ്, അതാണ് ഈ സൈഡിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് സ്റ്റോക്ക് ലെഡ്ജർ ഫോളിയോ നമ്പർ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് നമ്മ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് അല്ലെ? അതിന്റെ ഡേറ്റ്, ക്വാണ്ടിറ്റി, എത്ര റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇപ്പൊ നമ്മ ഒരു എന്താണ് 500 ക്വാണ്ടിറ്റിയിൽ ഒരു ഡ്രസ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അത് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് 500 നെല്ലും ക്വാണ്ടിറ്റി ഇഷ്യൂഡ്, നമ്മ ഒരു 500 മരുന്നുകൾ വാങ്ങിച്ചാല് നമ്മ സ്റ്റോറിലേക്ക് അല്ല ഡിസ്പെൻസിങ്ങിന് വേണ്ടിയിട്ട് 500 ഡ്രസ്സുകളും കൊടുക്കും. മുഴുവൻ നമ്മൾ റിസീവ് ചെയ്ത എല്ലാ മരുന്നുകളും വിതരണത്തിന് വേണ്ടി വെക്കും? ഇല്ല. നമ്മ എന്ത് ചെയ്യും? കുറച്ച് സ്റ്റോർ ചെയ്യല്ലേ? സ്റ്റോർ ചെയ്യും, ഫാർമസി സ്റ്റോറിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത 300 എണ്ണം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബാലൻസ് എത്രയുണ്ട്? 200 എണ്ണം ഉണ്ട് അല്ലെ? 200 ഉണ്ട്. അതിന്റെ റിമാർക്സ് എന്തെങ്കിലും എഴുതുക, അതിന് സൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ എന്താണ്, നമുക്ക് ഈ ബിൽ കാർഡ് നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാൻ പറ്റോ ഓരോ മരുന്നുകളും എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റോ? അപ്പൊ ആ ഒരു സ്റ്റോക്ക് പൊസിഷനെ, മരുന്നുകളുടെ സ്റ്റോക്ക് പൊസിഷനെ സൂചിപ്പിക്കുന്നതാണ് ബിൽ കാർഡ്സ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഈ ചാപ്റ്ററിന് ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഒരു ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണ് കേട്ടോ, ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്? വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല, ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണ്? എന്തായിരിക്കും? ഒരു ഐഡിയയില്ല. ബയോ മെഡിക്കൽ വേസ്റ്റ് അല്ലെ? മെഡിക്കൽ വേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, മെഡിക്കൽ വേസ്റ്റ്. ഇതാണ്, ഒന്ന് ആലോചിച്ച് നോക്ക്. മെഡിക്കൽ വേസ്റ്റ് ഡ്രഗ്സുകൾ പെടാം, മെഡിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് അല്ലെ? മെഡിക്കൽ വേസ്റ്റുകൾ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്, ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ട് അല്ലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ, ലബോറട്ടറി വേസ്റ്റുകൾ ഉൾപ്പെടാം അല്ലെ? ഇഞ്ചക്ഷൻസിന്റെ ബോട്ടിൽ പെടാം, സിറിഞ്ച് പെടാം അല്ലെ? നീഡിൽ പെടാം. ക്യാനുല. അതൊക്കെ എക്സാമ്പിൾ ആണ് അല്ലെ? ഇഞ്ചക്ഷൻസിന്റെ നീഡില് അല്ലെ? എന്താണ് പൊതുവെ പറഞ്ഞ എന്താണ്? ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെ? ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ടൊക്കെ ഹോസ്പിറ്റലുകളില് അല്ലെങ്കിൽ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളെയാണ് എന്ത് പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെയാണോ?
ഫസ്റ്റ് നോക്കിയേ ഇൻട്രൊഡക്ഷൻ. ഇപ്പൊ നമ്മ പൊതുവായിട്ടുള്ള ഒരു ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാല്, പൊതുവായിട്ടുള്ള ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലേബർ റൂം വേസ്റ്റുകൾ പെടാം, ലബോറട്ടറി വേസ്റ്റുകൾ പെടാം, അല്ലെ ഡയാലിസിസ് സെന്റേഴ്സിന്റെ വേസ്റ്റുകൾ പെടാം, അല്ലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ വേസ്റ്റുകൾ പെടാം, അല്ലെ പൊതുവായിട്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന മെഡിക്കൽ വേസ്റ്റുകൾ, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് വേസ്റ്റ്, അല്ലെ ഇപ്പൊ നമ്മൾ നോക്കിയേ, ഇപ്പൊ ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 6 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഹോസ്പിറ്റലുകൾ ആണോ ഇന്നിപ്പോ ഉള്ളത്? നിലവിൽ ഇപ്പൊ ലൈവിലുള്ളതല്ല, അല്ലെ ഒരുപാട് നമ്പേഴ്സിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെ നമ്പേഴ്സിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, മെഡിക്കൽ ഫെസിലിറ്റീസിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെ മെഡിക്കൽ ഫെസിലിറ്റീസിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? അപ്പൊ ഈ ഒരു മെഡിക്കൽ ഫെസിലിറ്റീസ് വർദ്ധിക്കുന്നതിനനുസരിച്ച്, അതല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ വേസ്റ്റുകൾ കുറയാണോ കൂടാണോ ചെയ്യുന്നത്? കൂടാണ്, അല്ലെ കൂടുന്നു, അല്ലെ അപ്പൊ ഈ വേസ്റ്റുകൾ കൂടുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടോ നമ്മ ജനങ്ങൾക്ക്? അതല്ലെങ്കിൽ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ സസ്യജന്തുജാലങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടോ? ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ മലിനീകരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അന്തരീക്ഷ മലിനീകരണം, അല്ലെ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നില്ലേ? വായു മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, അല്ലെ ഈ വേസ്റ്റുകള് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള് വെറുതെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെറുതെ അവിടെ കൊണ്ടുപോയിട്ടാല് അതൊരു ഫൈൻ വരും. ഫൈൻ വരുന്നതാണോ? അവിടുത്തെ സോയിലിന് പൊല്യൂഷൻ ആണ്, അല്ലെ സോയിൽ പൊല്യൂഷൻ വരുന്നുണ്ട്, അന്തരീക്ഷ മലിനീകരണം വരുന്നുണ്ട്, അല്ലെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്, അല്ലെ എൻവയോൺമെന്റ് പൊല്യൂഷൻസ്, അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ വേസ്റ്റുകൾ അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കറക്റ്റ് രീതിയിൽ ഡിസ്പോസ് ചെയ്യണം, അല്ലെ മാനേജ് ചെയ്യണ്ടേ? അതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ പറയുന്നത്. ഏതൊക്കെ വേസ്റ്റുകളുണ്ട്, അത് എങ്ങനെയൊക്കെ ഡിസ്പോസ് ചെയ്യണം, ആ ഡിസ്പോസൽ മെത്തേഡുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പല കളറ് എന്താണ് കണ്ടെയ്നേഴ്സ്, നമുക്ക് ഈ വേസ്റ്റുകൾ ഇടുന്ന കണ്ടെയ്നേഴ്സ്, അതല്ലെങ്കിൽ ബാഗുകളൊക്കെ കണ്ടിട്ടുണ്ടോ? വേസ്റ്റ് ബിന്നുകളൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെ നീല കണ്ടിട്ടുണ്ട്, പച്ച പ്ലാസ്റ്റിക് ബാഗുകൾ കണ്ടിട്ടുണ്ട്, അല്ലെ അല്ലെങ്കിൽ യെല്ലോ കളർ കണ്ടിട്ടുണ്ട്, റെഡ് കണ്ടിട്ടുണ്ട്, അല്ലെ അപ്പൊ ഈ ഓരോ വേസ്റ്റുകളും പെർട്ടിക്കുലർ കളറില്ല ഡസ്റ്റ്ബിന്നില്ല അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കുന്നത്. അതൊക്കെ ഏതൊക്കെയാണെന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഗ്രീൻ കണ്ടിട്ടുണ്ട്, അല്ലെ യെല്ലോ കണ്ടിട്ടുണ്ട്, ഗ്രീൻ കണ്ടിട്ടുണ്ട്, അല്ലെ റെഡ് കണ്ടിട്ടുണ്ട്, അല്ലെ അപ്പൊ നോക്കിയേ, നമുക്ക് തുടങ്ങാം. ഇൻട്രൊഡക്ഷൻ തുടങ്ങാലോ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക്? വേസ്റ്റ് എന്താണ്, ഈ ചാപ്റ്റർ എന്താണ് പഠിക്കാൻ പോകുന്നത്, അല്ലെ അപ്പൊ നോക്കിയേ ഇൻട്രൊഡക്ഷൻ. The amount of garbage produced by healthcare institutions has increased as a result of growing medical advancement and new hospital construction for better health care, അല്ലെ നമ്മുടെ ബെറ്റർ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട്, അല്ലെ നല്ല ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പുതിയ ഹോസ്പിറ്റലുകൾ പണിയുന്നതും അല്ലെങ്കിൽ മെഡിക്കൽ ഗ്രോയിങ് മെഡിക്കൽ അഡ്വാൻസ്മെന്റ്, അല്ലെ മെഡിക്കൽ പുരോഗതി വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകള് ഗാർബേജുകള് കൂടുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞത് തന്നെ അല്ലെ ഫെസിലിറ്റീസ്, അല്ലെ ഒരുപാട് ഫെസിലിറ്റീസ് വരുന്നതിന്റെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റൽ വരുന്നതിന്റെ അടിസ്ഥാനത്തില് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉത്പാദിപ്പിക്കപ്പെടുന്ന ഈ വേസ്റ്റുകൾ കൂടുതൽ ചെയ്യുന്നത്, അല്ലെ ഓക്കെ ആയത്? മിസ് പറഞ്ഞ കാര്യം തന്നെ കുറച്ചും കൂടെ വൈഡായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഓക്കെ അല്ലേ? എന്താണ് നമുക്ക്
എന്തിനു വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ അഡ്വാൻസ്മെന്റ് വരുന്നത്, മെഡിക്കൽ പുരോഗതി വരുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പുതിയ ഹോസ്പിറ്റലുകൾ പണിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് നല്ല ഒരു ആരോഗ്യ സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടല്ലേ? ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ ഈ ബെറ്റർ ഹെൽത്ത് കെയറിന് വേണ്ടി, നല്ല ആരോഗ്യ സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ഹോസ്പിറ്റലുകള് പുതിയ ഹോസ്പിറ്റലുകൾ പണിയുന്നതും ഉള്ള ഹോസ്പിറ്റലുകളില് പുരോഗതി വരുന്നതിന്റെയും അടിസ്ഥാനത്തില് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളുടെ എന്താണ് അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഹ്യൂജ് വർദ്ധിക്കുകയാണ് അല്ലെ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റത്തെ സെന്റൻസ്. Both the waste frame, any medical practice in healthcare facilities, testing centers and laboratories are referred to as healthcare waste or biomedical waste. എന്താണ് healthcare facilities അല്ലെങ്കിൽ ടെസ്റ്റിംഗ് സെന്റേഴ്സില് അല്ലെങ്കിൽ ലബോറട്ടറീസിലൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെഡിക്കൽ പ്രാക്ടീസിന്റെ ഫലമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നോ അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്നോ പറയുന്നത്. ഓക്കെ അല്ലേ? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില്, ടെസ്റ്റിംഗ് സെന്റേഴ്സില്, ലബോറട്ടറീസില് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന മെഡിക്കൽ പ്രാക്ടീസിന്റെ അല്ലെ ആരോഗ്യ പ്രാക്ടീസിന്റെ ഫലമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളെയാണ് ഹെൽത്ത് കെയർ വേസ്റ്റ് ഓർ ബയോമെഡിക്കൽ വേസ്റ്റ് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മ പറഞ്ഞാദ്യം തന്നെ അല്ലെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ഒന്നും മിണ്ടാത്തത്? ആരോ? ക്ലിയർ ആണോ? എഴുതാണോ? എഴുതാണോ? Okay. Next, healthcare workers, the general public, and the nearby flora and fauna are all at risk from the hospital trash. ഈ ഹോസ്പിറ്റൽ ട്രാഷ്, അതായത് ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് കൊണ്ട് ആർക്കൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ? പബ്ലിക്കിന് അല്ലെ, ജനറൽ പബ്ലിക്കിന് റിസ്ക് ആണ് അല്ലെ, അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുണ്ടോ? ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആ ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ലബോറട്ടറീസില് അല്ലെങ്കിൽ എന്താണ് ടെസ്റ്റിംഗ് സെന്റേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് റിസ്ക് ഉണ്ടാക്കുന്നുണ്ടോ? അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലേ? ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നില്ലേ? അപ്പൊ എന്താണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്, ജനറൽ പബ്ലിക്കിന് അല്ലെ, ആൻഡ് ദ നിയർ ബൈ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് വെച്ചാൽ ഫ്ലോറ എന്ന് പറഞ്ഞാല് സസ്യജാലങ്ങള്, ഫോണ എന്ന് പറഞ്ഞാല് ജന്തുജാലങ്ങൾ അല്ലെ. ഇല്ലേ? നമ്മ പറഞ്ഞ എൻവയോൺമെന്റിന് തന്നെ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ, കറക്റ്റ് രീതിയിൽ ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ അല്ലെ. അപ്പൊ എന്താണ് സസ്യജന്തുജാലങ്ങൾക്കും ഈ ഒരു ഹോസ്പിറ്റൽ വേസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് അപകടങ്ങൾ ഉണ്ടാക്കുന്നു. Next, hospital and other healthcare facilities issue with waste disposal have grown to be cause of raising concern. അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലുകളില് അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് എന്താണ് ഉയർന്നു വരുന്ന ഒരു ആശങ്കയാണ് അല്ലെ. ഇതിനെ കുറിച്ചാണ് അവർക്ക് ആശങ്ക വരുന്നത്, കൺസേൺ വരുന്നത്. ഈ വേസ്റ്റുകള് എങ്ങനെ ഡിസ്പോസ് ചെയ്യൂ അല്ലെ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവർക്ക് വർദ്ധിച്ചു വരുന്ന ഒരു ആശങ്കയാണ് അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞു വേസ്റ്റുകൾ കൂടുകയാണ് അല്ലെ, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ ഓരോ സമയം. ഇപ്പൊ നിലവില് ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ് ആയിരിക്കും ഒരു 2 വർഷം കഴിഞ്ഞാല് ഹോസ്പിറ്റലുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ല അല്ലെ, വീണ്ടും ഇൻക്രീസ് ആയിരിക്കും വരുന്നത് അല്ലെ, വീണ്ടും കൂടുകയായിരിക്കും. അപ്പൊ അവർക്ക് വർദ്ധിച്ചു വരുന്ന ഒരു ആശങ്കയല്ലത്. ഈ വർദ്ധിച്ചു വരുന്ന ഈ വേസ്റ്റുകളെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം അല്ലെ, ആർക്കും ഒരു അപകടങ്ങളും ഉണ്ടാക്കാത്ത രീതിയിൽ അല്ലെ, എക്കോ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്ന് അവർക്കുണ്ടാകുന്ന ഒരു ആശങ്കയല്ലേ സ്വാഭാവികമായിട്ടും അല്ലേ.
അപ്പൊ എന്താണ് ഹോസ്പിറ്റലുകളില് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസുകള് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വേസ്റ്റുകളെ എങ്ങനെ ഡിസ്പോസ് ചെയ്യും എന്നുള്ള ആശങ്കയാണ്. നെക്സ്റ്റ് പറയുന്നത് ദ മെജോറിറ്റി ഓഫ് നേഷൻസ് വേൾഡ് വൈഡ്, especially developing countries, are facing a difficult situation as a result of environmental pollution caused by the pathological waste generated by growing pollutions and a result of rapid growth in the number of health care centers. അല്ലെ ഈ എന്താണ് ഹെൽത്ത് കെയർ സെന്റേഴ്സ് ആരോഗ്യ മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന റാപ്പിഡ് ഗ്രോത്ത്, പെട്ടെന്ന് തന്നെ വളർച്ചയുണ്ടാകുന്നത്, ഗ്രോയിങ് പോപ്പുലേഷൻസ് അല്ലെ എന്താണ് ജനസംഖ്യാ വർധനവ് ഒക്കെ എന്താണ് നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലംസ് ആണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം എന്താണ് പൊല്യൂഷൻ അല്ല, പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഹോസ്പിറ്റലുകൾ വർദ്ധിക്കും അല്ലെ. ഒരുപാട് ജനസംഖ്യാ വർധനവുണ്ടെങ്കിൽ അല്ലെ, ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എണ്ണ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ അവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളും വ്യത്യാസം ഉണ്ടായിരിക്കും, വേസ്റ്റുകളും കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ എന്താ പൊല്യൂഷൻ കൂടുതലായിരിക്കും. അപ്പൊ അതുപോലെ എന്താണ് അവിടെ പൊല്യൂഷൻസും കൂടുതലായിരിക്കും. അപ്പൊ വേൾഡ് വൈഡ് അല്ലെ ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ അതല്ലെങ്കിൽ എന്താണ് എസ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെ വികസന രാജ്യങ്ങള് നേരിടുന്ന ഒരു പ്രോബ്ലമാണ് ഈ പാത്തോളജിക്കൽ വേസ്റ്റ്, അതായത് ഈ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുള്ള എൻവിയോൺമെന്റൽ പൊല്യൂഷൻസ്. ഓക്കെ ആയോ? ഓക്കെ അല്ലേ? ആ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ മിസ് ഇന്ന് എത്ര എടുക്കുന്നുള്ളൂ ബാക്കി എടുക്കാം കേട്ടോ. ഇച്ചിരിയും കൂടെ സ്പീഡിൽ പോണം അല്ലേ?